ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞതിന്റെ മുന്നേ നമുക്കിപ്പോ പണിയൊക്കെ ഉള്ളതുകൊണ്ട് എന്നും വീഡിയോസ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോ പോരാത്തതിന് നല്ല മഴയുണ്ട്, പിന്നെ നമ്മളെ പണി വൈകുന്നേരമൊക്കെ എത്തുക. അപ്പൊ നമുക്ക് എന്താ പറയുക, പണിയും വീഡിയോസ് എടുക്കലെല്ലാം കേട്ടോ. അപ്പൊ പണിന്റെ ഒഴിവിൽ നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിനോട് സഹായിക്കുക. ആരും നമ്മുടെ ചാനലിലേക്ക് പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് മാത്രമല്ല കേട്ടോ ചെയ്തത്, നമ്മൾ ലെങ്ത് വീഡിയോസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങളൊന്ന് നമ്മുടെ ചാനലിൽ കയറി വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള വീഡിയോസ്, ഇങ്ങനെ ഡ്രോയിങ് പരമായിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. നമ്മൾ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഷോർട്ട് വീഡിയോസ് മാത്രം കാണാതെ നമ്മുടെ ലെങ്ത് വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് അറിയിക്കുക. പിന്നെ പറയാനുള്ള കാര്യം, നമ്മുടെ വീട്ടിൽ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ലവ് ബേർഡ്സിന്റെ ഒരു 2 കൂട്ടിലായിട്ട് നമ്മളെ അമ്മക്കിളി അച്ചങ്കിളി രണ്ടാൾക്കാർ മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ട എത്രയാണെന്നൊന്നും പറയുന്നില്ല, നമ്മൾ ഇനി അവരെ കാണാം. നമുക്ക് എത്ര ന്യൂ ബേബീസിനെ കിട്ടിയെന്ന് നമുക്ക് കാണാം. ഇതിൽ മേടിച്ച ബേർഡ്സ് ആണ് ഇതില്. ഇത് ഫീമെയിലാണ്. ഇതിലുള്ള മെയില് ഒരു യെല്ലോ ഷെയ്ഡ് ഞാൻ കാണിച്ചുതരാം. അത് പാറിപ്പോയി, അത് പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നു, പിറ്റേന്ന് തന്നെ തിരിച്ചു വന്നു. ഇതില് 7 മുട്ടയില് 4 മുട്ട വിരിഞ്ഞു. ബാക്കിയുള്ളത് എന്താണെന്നറിയില്ല, അത് നാശമായി പോവേ, ഇത് കൊത്തി പൊട്ടിക്കുക എന്തോ ചെയ്തു. അപ്പൊ ഇതില് 4 അതിഥികൾ പുതിയതായിട്ട് നമുക്കുണ്ട്. അപ്പൊ ആൾക്കാർ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 10-15 ദിവസത്തെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു, സെറ്റാക്കി എല്ലാം ക്ലീനാക്കി വെച്ചു. പിന്നെ ഇതില് നമ്മളെ 4ാമത്തെ ബാച്ച് ഉണ്ട്. ഇവര് ആൾക്കാർ പോർട്ടിന്റെ ഉള്ളിലാണ് മുട്ട എഗ് ചെയ്യാനുള്ള ഓരോരോ തയ്യാറെടുപ്പിലാണ് ഇവര്. പിന്നെ ഇതാണ് നമ്മളെ 3ാമത്തെ ബാച്ച്. ഇതില് 4 കുട്ടികൾ തന്നെയാണ് ഉള്ളത്. കണ്ടില്ലേ, കുട്ടികൾ കണ്ടോ നിങ്ങള്? ലൈറ്റിന്റെ ഒരു പരിമിതി ഉണ്ട് കേട്ടോ, ഫോണിന്റെ ഫ്ലാഷ് തന്നെയാണ് കേട്ടോ. അതാ കണ്ടില്ലേ കുട്ടികൾ? 3 എണ്ണം അമ്മക്കിളീനെ പോലെയും 1 അച്ഛനെ പോലെ കേട്ടോ. ഇത് ഫീമെയിലാണ്. ഇതാണ് ഫീമെയിൽ കേട്ടോ. വണ്ടി പോണ ശബ്ദം കേൾക്കുന്നുണ്ടോ ഡൗട്ട്. ഇതാണ് മെയില്. എങ്ങോട്ടാണ് വരണേ? വീഡിയോ എടുക്കാൻ വരിക, എന്നാ കണ്ടോളി. മേടിച്ച് പോട്ടിനുള്ളിൽ കയറി. ഇതാ പെണ്ണുകൾ പുറത്തേക്ക് നോക്കണ്ട. അവര് കുട്ടിക്ക് ഫുഡ് നമ്മൾ രാവിലെ റസ്ക് നനച്ചിട്ട കൊടുക്കും, പിന്നെ തെന കൊടുക്കും, പിന്നെ വെള്ളം, പിന്നെ നമ്മുടെ കടൽനാക്ക് ഇതിൽ വെക്കും. ഇതാണ് നമ്മളെ 4ാമത്തെ ആൾക്കാര്. ഇതിലൊരു എഗ്ഗ് എഴുതിയിട്ടിരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് എന്താക്കുക, ഈ കൂട് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കണം, എന്നാലേ നിങ്ങൾക്ക് എഗ്ഗ് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എഗ്ഗ് കാണണ്ട അല്ലേ? ഇതിലൊരു എഗ്ഗ് ഉണ്ട്, ഒന്നൊന്നല്ല കുറച്ച് എഗ്ഗ് ഉണ്ട്. അത് വിരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ 5ാമത്തെ ആൾക്കാരാണ്. ഞാൻ പോട്ടി മിനിഞ്ഞാന്ന് വെച്ചു കൊടുത്തിട്ടുള്ളൂ, അവരെ എണ്ണ ആയതാണ്. അപ്പം ഇനി ഇവര് വൈകാതെ തന്നെ മുട്ടയിടും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമല്ല നമുക്ക്. പിന്നെ ഈ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ 4-8 കുട്ടികളായി കഴിഞ്ഞാൽ 2 ആൾക്കാർ 2 സെപ്പറേറ്റ് ആയിട്ട് ഇടാനായിട്ടാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കൂടാണ്. ഇന്നലെ മിനിഞ്ഞാന്നും കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാക്കിയ കൂടാണ്. 2 എണ്ണം, ഒന്ന് ചെറുതും ഒന്ന് വലുതും. ഇതിൽ ഞാൻ വടിക്കഷ്ണങ്ങൾക്ക് ഇരിക്കാനുള്ള രീതിയിൽ ആക്കി കൊടുത്തു. നിങ്ങൾക്ക് നമ്മുടെ നെറ്റിന്റെ കൂടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുട്ടികളെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തായാലും കൂടൊക്കെ കാണിച്ചു തരാം. വേറെ ഒന്നും തൂക്കിയിട്ടൊന്നുമില്ല, കാരണം പണിയുള്ളതുകൊണ്ട് നമുക്ക് ഇതിന് ഇരിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്താ, ഈ ഒരു വടി മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 കൂടാണ് ഇപ്പൊ ഉണ്ടാക്കിയത്. ഈ 2 കുട്ടികളുടെ 4 2 ബാച്ചിന്റെ, ഫസ്റ്റ് ബാച്ചിന്റെ ഇതിലും സെക്കൻഡ് ബാച്ചിന്റെ ഇതിലും ഇടാം. പിന്നെ നമുക്ക് ഒരാളും കൂടി ഉണ്ട്. ഇയാളാണ് പറന്നു പോയത്, പറഞ്ഞില്ല പറന്നു പോയി എന്ന് പറഞ്ഞല്ലേ. ആള് പിന്നെ തിരിച്ചു വന്നതാണ്. ഞാൻ പിന്നെ സെപ്പറേറ്റ് കൂട്ടിയിട്ട് എന്താണെന്ന് അറിയില്ല, പുറത്തൊക്കെ പോയി മറ്റുള്ള കിളികൾ എന്തായിട്ട് കുത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. വാലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതില്. അപ്പോൾ ഇയാളെ നമുക്ക് വേണം. ഇയാളെ നമുക്ക് എന്താക്കണം, ഈ കുട്ടികളൊക്കെ ഒന്ന് നെസ്റ്റ് ഔട്ട് ആയതിൻ്റെ ശേഷം നമുക്ക് ഈ ഫീമെയിലിന് റെസ്റ്റ് കൊടുക്കണം. ഒരു 2-3 മാസം റെസ്റ്റ് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ കൂട്ടിലേക്ക് ഈ ഫീമെയിൽ, ആ മെയിൽ നമ്മൾ കാണിച്ചിരുന്നില്ല, ആ മെയിലിനെയും കൂടി നമുക്ക് ഇടണം. അപ്പൊ ഇതാണ് വീഡിയോ. നമ്മള് ഇത് കാണിച്ചു തരാൻ വേണ്ടി ഒരാൾക്ക് തേന തിന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയണത്, നമ്മളെ ഷോർട്ട് വീഡിയോസ് മാത്രമല്ല, നമ്മൾ ലെങ്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് കാണാൻ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഏട്ടാ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമുള്ളൂ. ഇപ്പൊ നമ്മുടെ ചാനലിൽ 4000-ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 4000 സബ്സ്ക്രൈബേഴ്സുകളും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.
അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പണിക്ക് പോണേ കൊണ്ടായിട്ട് വീഡിയോസ് ഇല്ലാത്തത് വീണ്ടും പറയുകയാണ്. അപ്പൊ നിങ്ങൾ ആരും നമ്മുടെ ചാനൽ ഇട്ടേച്ച് പോകരുത്. നമ്മൾ എന്തായാലും വീഡിയോസ് ഇടാണ്ടിരിക്കില്ല, എന്തെങ്കിലും ഒരു വീഡിയോസ് ഇടും. ആഴ്ചയിലെ 1-2 വീഡിയോസ് എന്തായാലും തീർച്ചയായിട്ടും ഇടും. അപ്പം പണിക്ക് വേണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വീഡിയോസ് നമ്മളെ വീട്ടിലുള്ള ലവ് ബേഴ്സുകളെ മുട്ടയിട്ടതും മുട്ട വിരിഞ്ഞതായ കുട്ടികളെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇനി ഒരു 3rd ബാച്ചിന്റെ എഗ്ഗും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ അടുത്ത വീഡിയോസ് ഇടുന്നതാണ്. അപ്പോഴത്തേക്ക് ഇവര് ഉഷാറായിക്കോളും നമ്മളെ മക്കൾ കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക്